വെൽക്കം ബാക്ക്. വോയിസ് മീറ്ററിൽ മൈക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൈക്ക് ഇൻപുട്ടിനകത്ത് എങ്ങനെയാണ് EQ സെറ്റ് ചെയ്യണത്. കാരണം നമ്മൾ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാതിരുന്നാൽ പോലും ഒരുപാട് നോയ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ വർക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ നോയ്സ് ഉണ്ടാവും, AC ഓൺ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നോയ്സ് ഉണ്ടാവും. അത് നമ്മുടെ മൈക്ക് നല്ല ക്വാളിറ്റി, അതായത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മൈക്ക് മേടിച്ച് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ സറൗണ്ട് ഏരിയയിൽ നിന്നും എല്ലാം ഒരുപാട് സൗണ്ട്സ് ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്, ഫാനിൻ്റെ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യണത്. അപ്പം നമുക്ക് വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ അത്തരത്തിൽ വന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാർഡ്വെയർ ഇൻപുട്ട് 1ൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈക്ക് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിക്കാതിരുന്നാൽ പോലും ഈ മൈക്കിൻ്റെ ഇത്രയും നോയ്സ് ലെവൽ താഴ്ന്ന കാണാൻ പറ്റില്ല. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണത്. ഞാൻ ഈ മൈക്കിനെ ഇവിടെ B2 എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എനേബിൾ കൊടുത്തിട്ടുണ്ട്. B2 എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് മീറ്റർ ഓക്സിൻ്റെ എൻഡ് തന്നെയാണ് വന്നത്. ഈ ഒരു ഇതാണ് വോയിസ് മീറ്റർ ഓക്സ് ഔട്ട്പുട്ടാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് നോയ്സ് വന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. EQ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ A1 എന്ന് പറയുന്ന ചാനൽ എനേബിൾ ചെയ്യുക. B2 തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചേക്ക്, B2ൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ A1 എനേബിൾ ചെയ്യുക. A1 എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ സൗണ്ട് നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റിൽ കൂടെ കേൾക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ A1-നകത്ത് ഏത് ഹാർഡ്വെയറാണോ കൊടുത്തത്, നമ്മുടെ സ്പീക്കറാണോ ഹെഡ്സെറ്റാണോ അത് അനുസരിച്ച് ആ ഡിവൈസിലോട്ട് സൗണ്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഈ EQയിൽ എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. EQയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിൽ എൻ്റെ EQ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഫാനിൻ്റെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ടായി പോണത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് വേണ്ടത് അത് ഈ ഒരു രീതിയിൽ നിങ്ങൾ EQ സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ആണ് നമുക്ക് കുറഞ്ഞു വരാം. ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ കോപ്പി എടുക്കുക. കോപ്പി ചാനൽ കോപ്പിയാണോ കോപ്പി ഓളാണ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ B2ൽ വരാം. B2ൽ വന്നതിന് ശേഷം ഇത് ഇവിടെ വന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, എല്ലാ EQൻ്റെ സെറ്റിങ്സ് അതേപോലെ തന്നെ നമ്മുടെ B2ലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് A1-ലെ EQ ആവശ്യമില്ല. A1 നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യുക. ജസ്റ്റ് B2 മാത്രം എനേബിൾ ചെയ്യുക. B2 എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ EQ ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ വോയിസിൻ്റെ അതായത് മൈക്രോഫോണിൻ്റെ നോയ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എന്തിനാണ് ഈ വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് മൈക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നത്, നമുക്കത് ആ ഒരു ചാനൽ വേറെ ഏതെങ്കിലും ഒരു ഇത് യൂസ് ചെയ്തോട്ടെ. മൈക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വോയിസ് മീറ്റർ വഴിയല്ലാതെ ഡയറക്റ്റ് നമ്മുടെ OBSലോട്ടോ അല്ലെങ്കിൽ ഡിസ്കോഡിലോട്ടോ കൊടുക്കാമല്ലോ. അതിനകത്ത് ഈ പറയുന്ന സെറ്റിങ്സ് എല്ലാം ഉണ്ടല്ലോ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോയിസ് മീറ്ററിൻ്റെ മൈക്കിൽ നിന്നാണ്. ഞാനിപ്പോൾ മൈക്കിൻ്റെ ഈ ഇവിടുത്തെ ഇൻപുട്ട് പാനലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു പാനൽ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എൻ്റെ വോയിസിന് മോഡുലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വെച്ചാൽ പല മോഡുലേഷൻസ് നമ്മുടെ വോയിസിന് വരുത്താൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. ഒരു ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് ഇത് ഈ ഒരു ലെവലിലേക്കാണ് ഉപയോഗിക്കാറ്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. എനിക്ക് ഏകദേശത്തെ ഈ ഒരു വോയിസൊക്കെ ഈ ഒരു മോഡുലേഷനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് മോഡുലേഷനാണെന്ന് താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു മോഡുലേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ ഇവിടെ നോയ്സ് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോയ്സ് ഗേറ്റ് ഇത്ര ലെവലിന് മുകളിൽ സൗണ്ട് വന്നാൽ മാത്രമേ നമ്മുടെ മൈക്ക് പിക്ക് ചെയ്യൂ, അതായത് വോയിസ് പിക്ക് ചെയ്യൂ. അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും വേറൊരു മോഡുലേഷൻ പാനലുകളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മോഡുലേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഒന്നും കൂടി ഈ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ 3D എന്ന് പറഞ്ഞൊരു പാനൽ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഇവിടെ കാണാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലെ മൈക്കിൽ മാത്രമേ വോയിസ് വരണ്ടാവും. ഇതിപ്പോൾ ഞാൻ റൈറ്റിലോട്ട് മാറി കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പല രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ സൗണ്ടിനെ മോഡുലേഷൻസ് വരുത്താൻ പറ്റും. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് ആവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാനലോട്ടൊക്കെ തിരിച്ചു വരാം. ഞാനതിപ്പോൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ നമ്മുടെ വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യണത്. അതല്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ OBSലോട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു വേരിയേഷൻസ് ഒന്നും നമുക്ക് വരുത്താണെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറേ പ്ലഗിനുകൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് EQ സെറ്റ് ചെയ്യണത്. ഇത് വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് എങ്ങനെ EQ ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സി യു, ബൈ.